എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈക്കിങ്സിനെ കുറിച്ചാണ്. പണ്ട് സ്കാൻഡിനേവിയയിൽ താമസിച്ചിരുന്ന നോർസ് ജനതയായിരുന്നു വൈക്കിങ്സ്. ഇന്നത്തെ നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ റീജിയനൊക്കെ ഇതിൽ ഉൾപ്പെടും. 8-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ 11-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ അവർ ജീവിച്ചു. വൈക്കിങ്സിനെ മെയിനായിട്ട് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അതിശക്തരായിട്ടുള്ള നാവികരും യോദ്ധാക്കളുമായിട്ടായിരുന്നു. ആഴം കുറഞ്ഞ വെള്ളത്തിലും സമുദ്രങ്ങളിലും സഞ്ചരിക്കാൻ കഴിയുന്ന ബോട്ടുകളിലായിരുന്നു അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. AD 793 ഇംഗ്ലണ്ടിലെ ലിൻസ്ബേൺ മൊണാസ്ട്രിയിൽ അവർ നടത്തിയ റെയ്ഡിലാണ് വൈക്കിങ്സ് യുദ്ധം ആരംഭിച്ചത്. ഈ റെയ്ഡ് യൂറോപ്പിലും അതിനപ്പുറത്തും അവരുടെ എക്സ്പാൻഷനും തുടക്കമായി. അവർ കടുത്ത പോരാളികളായിരുന്നു. പലപ്പോഴും സമ്പത്തിനും വിഭവങ്ങൾക്കുമായി തീരദേശ പട്ടണങ്ങളും വാസസ്ഥലങ്ങളും അവർ ആക്രമിച്ചുകൊണ്ടിരുന്നു. എന്നിരുന്നാലും വൈക്കിങ്സ് വെറും ആക്രമണകാരികൾ മാത്രമായിരുന്നില്ല. അവർ വ്യാപാരികളും പര്യവേഷകരും കൂടിയായിരുന്നു. അവരുടെ വ്യാപാര പാതകൾ അത്യാവശ്യം വലുതായിരുന്നു. ബാൾട്ടിക് സീ, നോർത്ത് സീ, മെഡിറ്ററേനിയൻ സീ, ഈവൻ മിഡിൽ ഈസ്റ്റ് വരെയും അവർ വ്യാപാരം ചെയ്യുമായിരുന്നു. സിൽക്സിനും സ്പൈസസിനും പിന്നെ വിലയേറിയ ലോഹങ്ങൾക്കും വേണ്ടി അവർ സ്ലേവ്സിനെയും തടികളും ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് എക്സ്ചേഞ്ച് ചെയ്തിട്ടായിരുന്നു അത് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പിന്നെ തലവന്മാരുടെ കൺട്രോളിലുള്ള വംശങ്ങളായി വൈക്കിംഗ് സൊസൈറ്റി മാറി. അവർ ബ്രേവറിക്കും ലോയൽറ്റിക്കും പിന്നെ തമ്മിലുള്ള റെസ്പെക്റ്റിനുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അവരുടെ മതം ഇല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ പറ്റി പറയുകയാണെങ്കിൽ അതും വ്യത്യസ്തമാണ്. നോർസ് പുരാണങ്ങളിലെയും ഓഡിൻ, തോർ, ഫ്രീജ തുടങ്ങിയ ദൈവങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ വിശ്വാസം. യുദ്ധങ്ങളിലും യാത്രകളിലും ഭാഗ്യം കിട്ടാനായി അവർ കുറേ റിച്വൽസും പിന്നെ ദൈവത്തിനു വേണ്ടി കുറേ സാക്രിഫൈസസും ചെയ്തു. ഈ സാക്രിഫൈസിൽ കൂടെയുള്ളവരുടെ ജീവൻ വരെ കൊടുക്കേണ്ടി വരും. വൈക്കിങ്സുകൾ പുതിയ ദേശങ്ങളിൽ സ്ഥിരതാമസമാക്കുകയും കോളനികൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇന്നത്തെ ഐസ്ലാൻഡ്, ഗ്രീൻലാൻഡ്, നോർത്ത് അമേരിക്കയിലെ ചില ഭാഗങ്ങളിലായിരുന്നു അവർ കോളനിവൽക്കരിച്ചത്. വൈക്കിംഗ് എക്സ്പ്ലോററായ ലീഫ് എറിക്സൺ ക്രിസ്റ്റഫർ കൊളംബസിന് വളരെ മുൻപ് തന്നെ വർഷം 1000 നോർത്ത് അമേരിക്കയിൽ എത്തിയതായി വിശ്വസിക്കപ്പെടുന്നു. ഏഞ്ചലോ സാക്സോൺസ്, ഫ്രാൻസുകൾ തുടങ്ങിയ മറ്റ് നഗരത്തിലെ ആളുകളുമായിട്ടുള്ള അവരുടെ ഇടപെടൽ സംഘർഷത്തിലേക്കും കൾച്ചർ ചേഞ്ചസിലേക്കും നയിച്ചു. വൈക്കിങ്സിൽ നിന്ന് ഉത്ഭവിച്ച യൂറോപ്യൻ ചരിത്രത്തിൽ തന്നെ നിർണായക പങ്ക് വഹിച്ച നോർമന്മാരിൽ വൈക്കിങ്സിന്റെ സ്വാധീനം നന്നായി കാണാൻ സാധിക്കും. 11-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ വൈക്കിങ്സിന്റെ ശക്തി കുറയുകയും അവരുടെ എക്സ്പാൻഷൻ ഇറ അവസാനിക്കുകയും ചെയ്തു. കടുത്ത യോദ്ധാക്കൾ എന്ന പ്രശസ്തി ഉണ്ടായിട്ടും വൈക്കിങ്സ് ലോകത്തുണ്ടാക്കിയ ഇമ്പാക്ട് ചെറുതൊന്നുമല്ല. എക്സ്പ്ലോറേഷൻ, ബിസിനസ്, കൾച്ചറൽ ചേഞ്ചസ് എന്നിവയിലെ അവരുടെ നേട്ടങ്ങൾ മെഡീവൽ പീരീഡ്സിലും പിന്നെ അതിനപ്പുറം ഹിസ്റ്ററി തന്നെ തിരുത്തിയെഴുതി. വൈക്കിങ്സ് റെയ്ഡുകൾക്ക് മാത്രമല്ല, എക്സ്പ്ലോറേഷനും നോർസ് കൾച്ചറിന്റെ വ്യാപനത്തിനും അവർ നൽകിയ കോൺട്രിബ്യൂഷനിൽ അവർ ഓർമ്മിക്കപ്പെടുന്നു.